LDF-ലേക്ക് ഒരു പ്രവേശനം, അതിനെക്കുറിച്ച് എന്തെങ്കിലും ചർച്ചകൾ നടക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും ഉണ്ടാകുമല്ലോ. LDF-ലെ ഞങ്ങൾക്ക് വരാനുള്ള യോഗ്യത അതിനകത്ത് നിലനിൽക്കുന്ന പല പാർട്ടികളെക്കാൾ കൂടുതലുണ്ട്, അതിന് സംശയമൊന്നുമില്ല. അതുണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ സ്കറിയ തോമസിന്റെ പാർട്ടിയായിട്ട് ഇങ്ങനെ യാതൊരു ചർച്ചയും നടത്തിയിട്ടില്ല. കേരള കോൺഗ്രസ്സുകളെല്ലാം കൂടെ ഒന്നിക്കണമെന്ന് ഈ പത്രങ്ങളിൽ കാണുന്ന വാർത്തയല്ലാതെ എനിക്ക് പറഞ്ഞു ഒരു ചർച്ച മാത്രമല്ലല്ലോ. അതിനൊരു ചർച്ച നടത്തണമെങ്കിൽ അതിന് ഇടതുപക്ഷ മുന്നണിയുടെ ഒരു പിന്നെ പച്ചക്കൊടി കാണാതെ പറ്റില്ലല്ലോ. ചർച്ച അവിടെ ആദ്യം നടക്കേണ്ടത്. അങ്ങനത്തെ പച്ചക്കൊടി അവരുടെ മുന്നണിയിൽപ്പെട്ട ഒരു കക്ഷിയല്ലേ. ആ കക്ഷിയുമായിട്ട് ചേരണമെങ്കിൽ അവരുമായിട്ട് ഞങ്ങൾ മുന്നണിയിൽ കക്ഷിയല്ലെങ്കിൽ പോലും ഞങ്ങൾ മുന്നണിയുമായിട്ട് യോജിച്ചു പോകുന്നവരല്ലേ. ഞങ്ങളുടെ വലിയ ധാരണ ഉണ്ടാകണമെങ്കിൽ പ്രധാന കക്ഷികളെല്ലാം മറ്റേ ഭാഗത്തുള്ള കക്ഷികൾ അംഗീകരിക്കണ്ടേ. അങ്ങനെ ചർച്ച നടന്നിട്ടില്ലല്ലോ. നടന്നിട്ടേ ഇല്ല. അതൊക്കെ ഇത് നടക്കാതിരിക്കാൻ വേണ്ടി കണ്ടുപിടിക്കുന്ന മാർഗങ്ങളാണ്. ഞാൻ 25 കോടി രൂപ വിചാരിച്ചാൽ എന്നെ കൊണ്ടുണ്ടാക്കാനൊക്കെ ഇല്ല. വസ്തു വിറ്റാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും, പക്ഷേ വസ്തു വിൽക്കാൻ ആരും വാങ്ങാൻ പോലും ഇല്ല. ഞാനൊരു പൈസ തെരഞ്ഞെടുപ്പിന് പോലും ആരോടും ഇതുവരെ വാങ്ങിച്ചിട്ടില്ല. പാർട്ടി ഓഫീസ് ഫംഗ്ഷൻ ചെയ്യുന്നത് എനിക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന വാടക കൊണ്ടാണ്. പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയത് എൻ്റെ കാശാണ്. ഇന്ന് വരെ ജീവിതത്തിൽ ആരോടും ഒരു രസീത് കൊടുത്തോ രസീത് കൊടുക്കാതെയോ 10 പൈസ ഞാൻ പാർട്ടി പ്രവർത്തനത്തിന് വേണ്ടി പിരിച്ചിട്ടില്ല. ആരെങ്കിലും ഒരാൾ വന്ന് ഞാൻ പാർട്ടിക്ക് എത്ര രൂപ കൊടുത്തെന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ രാഷ്ട്രീയം ഉപേക്ഷിച്ചേക്കാം.